അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ വിഷ്ണു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ ഒരച്ഛനും മകളും ഇങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി കൈ നീട്ടുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പോകത്തില്ല, വീട്ടിലേക്ക് തിരിച്ചു പോവുക, എൻ്റെ അച്ഛന് തീരെ വയ്യ, അതുകൊണ്ട് ഞാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറയും, എനിക്ക് ശ്വാസം മുട്ടാ മോനെ, വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല, ഇറക്കാൻ പറയാം. അങ്ങനെ ഓട്ടോയിൽ കയറി രണ്ടുപേരും ഇരിക്കുന്ന അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ രാഘവൻ നായർ രാത്രി എണീറ്റിട്ട് ഒപ്പിട്ട് പഠിക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ്റെ മെമ്മറിയിൽ രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ ഒപ്പിടാൻ പറ്റാതായ ഒരു അവസ്ഥയുണ്ടല്ലോ, അതോർത്ത് പുള്ളിക്കാരൻ തൻ്റെ ഒപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സത്യഭാമയാണെങ്കിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ രാഘവൻ നായർ കാണത്തില്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ രാഘവൻ നായർ ഒപ്പൊക്കെ ഇത് ചെയ്യാണ്. അങ്ങനെ സത്യഭാമ കുറേ വഴക്ക് പറയും രാഘവൻ നായർ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടുന്ന് എഴുന്നേറ്റ് പോ, ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിഷ്ണു അവരെ വിട്ടിട്ട് ഓട്ടോയുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ ഓട്ടോയിൽ അവരുടെ ഒരു ബാഗ് മിസ്സാവുകയാണ്. അത് വിഷ്ണു കാണുന്നില്ല. അപ്പോൾ അവരും അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം വിഷ്ണു അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ സത്യഭാമ പറയും, നിൻ്റെ ഭാര്യ അച്ഛനെ കൊണ്ടുപോയതിന് ശേഷം ഇത് കാണിക്കുന്നത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണെന്ന് പറയും, നിൻ്റെ ഭാര്യ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛനോട് വിഷ്ണു ചോദിക്കുക എന്താണ്, അപ്പോൾ പറയും ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി, എൻ്റെ പേരും ഞാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സത്യഭാമ പറയും, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ആ സ്ഥലവും വീടും അച്ഛൻ്റെ പേരിൽ എഴുതി നിൻ്റെ ഭാര്യ അവിടെ കൂടെ താമസിപ്പിക്കാമെന്ന്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, നിൻ്റെ ഭാര്യ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല എന്നുള്ള കാര്യം തന്നെ ഉറച്ചു പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരികയാണ്. വിഷ്ണു ആ താക്കോൽ ഒറ്റയെടുത്ത് എറിയത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റവരാണെങ്കിൽ വീട്ടിലെത്തുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുക്കാൻ പറയുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ അലച്ചിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അതെന്തോ പൈസയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. അങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ നിൽക്കുന്ന ബാഗ് സൈഡിൽ വെച്ചിട്ട് അവർ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിഷ്ണു ഇങ്ങനെ വിഷ്ണുവും ശാലിനി എല്ലാം കൂടി ടൂർ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ രാഘവൻ നായരെ വിളിച്ചത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ രാഘവൻ നായർ പറയും, മോള് പേടിക്കണ്ട, ഞാനെല്ലാം ശരിയാക്കി തരാം എന്ന് പറയും. അങ്ങനെ വിഷ്ണുവും നമ്മുടെ ശാലിനിയും പപ്പിയും സത്യം എല്ലാവരും കൂടെ ടൂർ പോകാൻ വേണ്ടി റെഡിയാണ്. അങ്ങനെ സത്യയും പപ്പിയും ശാലിനിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ രോഹിത്തും ശ്യാമയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശാലിനി പറയും, ഞങ്ങൾ 4 പേരും കൂടെ ഒരു ടൂർ പോവുകയാണെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ പിള്ളേർ അത് കേട്ട് തുള്ളിച്ചാടുകയാണ്. ഇത് കേട്ട രോഹിത്തിനും ശ്യാമയ്ക്കൊക്കെ കുറച്ച് വിഷമമാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു പപ്പിയെ കുഞ്ഞുനാളിൽ തൊട്ട് കൊണ്ടു നടക്കുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ഇതേ സമയത്ത് നമ്മുടെ സത്യഭാമയാണെങ്കിൽ എന്തോ ജോത്സ്യനെ കാണണം, പ്രശ്നങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ പിള്ള പറയും, ഇങ്ങനെ ഒരു ജോത്സ്യനുണ്ട്, നല്ല ജോത്സ്യനാണെന്ന് പറയുന്നിട്ട് നമുക്ക് അവിടെ പോകാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ കയറിയവർ ആ ബാഗ് നോക്കുകയാണ്. ബാഗ് നോക്കുമ്പോൾ തന്നെ അതിൽ കാണത്തില്ല. അപ്പം മോളോട് ചോദിക്കും, നീ മോൾ നിൻ്റെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു, എവിടെ പോയി? അങ്ങനെ അവരത് തപ്പുകയാണ്. പക്ഷെ അത് ശരിക്കും നമ്മുടെ ഓട്ടോയിൽ കിടപ്പുണ്ട്, അത് കാണുന്നുമില്ല. അങ്ങനെ എല്ലാവരും ടൂറ് പോവുകയാണ്. ടൂറ് പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു എന്തോ വിഷ്ണുവിനെ പോലീസ് പിടിക്കുക, എന്തോ കള്ളനാകുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.